കേരളത്തിലെ അതിന്റെ സ്വാധീനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കരയ്ക്കലിന് തമിഴ്നാട്ടിലെ കരയ്ക്കലിന് ഏകദേശം ഒരു 90 കിലോമീറ്റർ കിഴക്കായിട്ടാണ് ഇപ്പൊ അതിന്റെ കേന്ദ്രമുള്ളത്. അപ്പൊ എന്നിരുന്നാലും അതുകൊണ്ട് തമിഴ്നാടിന്റെ തീരത്ത് മാത്രമാണ് ഇപ്പൊ അതിന്റെ ഇൻഫ്ലുവൻസ് ഉള്ളത്. തമിഴ്നാടിന്റെ തീരത്തോട് ചേർന്ന് അത് വടക്കോട്ടേക്കാണ് നീങ്ങുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി പുതുച്ചേരി, ചെന്നൈ ആ പ്രദേശങ്ങൾക്ക് അടുത്തെത്തും. കേരളത്തില് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ആ മൂടിക്കെട്ടിയ അന്തരീക്ഷവും മൂടൽ മഞ്ഞ് പോലെ ഉണ്ടായിരുന്ന അന്തരീക്ഷവും എല്ലാം ഈ സൈക്ലോണിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന മേഘപാളികൾ കേരളത്തിന് മുകളിൽ സ്ഥിതി ചെയ്തിരുന്നുകൊണ്ടാണ്. അപ്പോൾ രണ്ടര ദിവസത്തോളം നമുക്ക് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമായിട്ട് ഈ കനത്ത മേഘപാളികൾ ഉണ്ടായിരുന്നതുകൊണ്ട് 2 ദിവസത്തേക്ക് നമുക്ക് സൂര്യപ്രകാശം തീരെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പല സ്ഥലങ്ങളിലും നമ്മുടെ മാക്സിമം ടെമ്പറേച്ചർ, അതായത് പകൽ സമയത്തെ താപനില വളരെ കുറവായിരുന്നു. അതാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു സ്വാധീനം ഉണ്ടായിരുന്നത്. മഴ നമ്മുടെ മലയോര പ്രദേശങ്ങളിൽ മാത്രമാണ് മഴ പെയ്തത്. അങ്ങനെ ഗണ്യമായ ഒരു മഴയൊന്നും പെയ്തിരുന്നില്ല. നമ്മുടെ ഒബ്സർവേറ്ററികൾ അധികം മഴ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ മലയോര പ്രദേശങ്ങളിൽ മഴ പെയ്തിരുന്നു, തമിഴ്നാട് ചേർന്നല്ലേ. അപ്പൊ ഇന്ന് വടക്കൻ കേരളത്തിൽ ആ മേഘത്തിന്റെ ഒരു സ്വാധീനം ഉള്ളതുകൊണ്ട് വടക്കൻ കേരളത്തിൽ കുറച്ച് ഈ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷവും ഒരുപക്ഷെ മലയോര മേഖലകളിൽ മഴ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് 2 ജില്ലകളിൽ യെല്ലോ അലേർട്ടും ഇന്ന് ആലോചിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇതിന്റെ സ്വാധീനം കഴിയുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇനി ഒരു കനത്ത കാറ്റിന്റെയോ അങ്ങനെ ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാവുകയില്ല. നമ്മൾ അതിന്റെ സ്വാധീനത്തിൽ തീർത്തും പുറത്തോട്ട് പോകുന്നു കഴിഞ്ഞു. ഈ തമിഴ്നാടൊക്കെയുള്ള പ്രദേശങ്ങളൊക്കെ ഇപ്പോഴും കനത്ത മഴയാണെന്ന് പറയുന്നു. ആന്ധ്രയിലടക്കമുള്ള ഇവിടുത്തെ ഒരു സ്ഥിതി ഇനി വരും ദിവസങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും? മോശമാകുമോ? അത് ഇല്ല, തമിഴ്നാട്ടില് ഇപ്പൊ അത് സിസ്റ്റം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഘങ്ങൾക്ക് ഒരു കട്ടികുറവൊക്കെ ഇപ്പോ കുറച്ച് കാണുന്നുണ്ട്. ഇത് തമിഴ്നാടിന്റെ തീരത്തോട് ചേർന്ന് തന്നെയാണ് ഇത് പോകുന്നത്. അതുകൊണ്ടാണ് തമിഴ്നാട് തീരത്തെ കനത്ത മഴയും കാറ്റുമൊക്കെ രേഖപ്പെടുത്തുന്നത്. ഇപ്പോഴും അതിന്റെ ഇന്റൻസിറ്റി സൈക്ലോൺ എന്ന് തന്നെയാണ്. അതായത് ഒരു 60-70 കിലോമീറ്റർ സ്പീഡിലെങ്കിലും കാറ്റ് ഈ തമിഴ്നാടിന്റെ തീരപ്രദേശങ്ങളിൽ അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. അവിടെ മഴ തുടരും. ഇന്നുകൂടി തമിഴ്നാട് തീരത്തും പിന്നെ തമിഴ്നാടിന് ചെന്നൈക്ക് വടക്കോട്ടൊക്കെയുള്ള ആന്ധ്രയുടെ തെക്കൻ തീരത്തുമാണ് ഇനി അതിന്റെ ഇൻഫ്ലുവൻസ് അറിയാൻ പോകുന്നത്. ഇന്ന് വൈകുന്നേരത്തിന് ശേഷം ആന്ധ്രയിലേക്ക് അതിന്റെ ഒരു സ്വാധീനം അറിയാനുണ്ട്. കേരളത്തിൽ നമുക്ക് അപകടമായ ഒരു സ്ഥിതിയും ഉണ്ടാവാൻ പോകുന്നില്ല ഈ സൈക്ലോൺ കൊണ്ട്. തമിഴ്നാട്ടിലെ സ്ഥിതി ഈ കനത്ത കാറ്റിനും അതുപോലെ തന്നെയുള്ള വലിയ വലിയ നാശനഷ്ടങ്ങൾക്കും ഇപ്പം തന്നെ ശ്രീലങ്കയിലൊക്കെ മരണം 200 കടന്നു എന്നൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. വളരെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഡിഡ്വ തമിഴ്നാട്ടിലടക്കമുള്ള പ്രദേശങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്, പ്രത്യേകിച്ച് ശ്രീലങ്കയിലൊക്കെ. അത് ശ്രീലങ്കയിലെ കാര്യം കുറച്ച് വ്യത്യസ്തമാണ്. കാരണം ശ്രീലങ്കയുടെ തൊട്ട് തെക്ക് ഭാഗത്തായിട്ടാണ് ഇത് സൈക്ലോൺ രൂപം കൊണ്ടത്. അതിനുശേഷം ശ്രീലങ്കയ്ക്ക് നടുക്കൂടിയാണ് തീരം ചേർന്നത്. ശ്രീലങ്കയുടെ മുകളിൽ കൂടിയാണ് ഈ സൈക്ലോൺ കടന്നുപോയത്. അപ്പൊ ഏറ്റവും കൂടുതൽ സിവിയർ വെതർ ഉണ്ടാവുന്ന കനത്ത മഴയും കനത്ത കാറ്റും ഉണ്ടാകുന്ന ഭാഗം മുഴുവൻ ശ്രീലങ്കയുടെ മുകളിലായിരുന്നു. അത് അങ്ങനെ വരുമ്പോൾ ഒരു 2 ദിവസം അടുപ്പിച്ച് അപ്പൊ ആ സിസ്റ്റം ഫോം ചെയ്യുന്നതിന് മുൻപ് തന്നെ, സൈക്ലോൺ ആവുന്നതിന് മുൻപ് തന്നെ അവിടെ മഴ തുടങ്ങിയിട്ടുണ്ട്, കനത്ത മഴ. അപ്പോൾ ഓൾറെഡി അവിടെ കനത്ത മഴ പെയ്ത് ഒരു പ്രളയ സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെയാണ് അത് സൈക്ലോൺ ശ്രീലങ്ക കടന്ന് തെക്ക് നിന്ന് വടക്കോട്ടേക്ക് നീങ്ങി. അപ്പൊ ആ സമയങ്ങളിലെല്ലാം ശ്രീലങ്കയിൽ കനത്ത മഴയും കനത്ത കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രളയം, മഴ, കാറ്റ് ഇതിന്റെ എല്ലാം ഫലമായിട്ടാണ് ശ്രീലങ്കയിൽ അത്രയധികം നാശനഷ്ടമുണ്ടായത്. തമിഴ്നാടിന്റെ കാര്യത്തിൽ നമുക്ക് തമിഴ്നാടിന്റെ ഏറ്റവും വേദാരണ്യം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല മഴയുണ്ടായിരുന്നു, രാമനാഥപുരം ഒക്കെ. അപ്പൊ അവിടുന്ന് വീണ്ടും വടക്കേക്ക് പോയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും തീരപ്രദേശങ്ങളിലായിരിക്കും ഇതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത്. ഇത് തീരെ കടന്ന് കരയ്ക്കകത്തേക്ക് കയറില്ല, അതൊന്ന് ശ്രദ്ധിക്കണം. ഇത് തീരത്തിന് ചേർന്നുകൊണ്ട് തീരത്തിന് സമാന്തരമായിട്ട് പാരലായിട്ട് വടക്കോട്ടേക്ക് നീങ്ങുകയുള്ളൂ. അതുകൊണ്ട് തീരപ്രദേശത്ത് മാത്രമായിരിക്കും ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ്. അപ്പോൾ ഒരു തെക്കൻ ചെന്നൈ കടന്നു കഴിഞ്ഞാൽ പിന്നെ ആന്ധ്രയുടെ തീരത്തിനടുത്തേക്ക് ഇത് ദുർബലമാവുകയുള്ളൂ. ഇത് തീരം കടക്കില്ല. സാധാരണ മറ്റ് സൈക്ലോണുകൾ ലാൻഡ് ഫാൾ അല്ലെങ്കിൽ ലാൻഡ് ക്രോസ് ചെയ്യുന്നത് പോലെ ഈ സിസ്റ്റം അങ്ങനെ ഒരു ക്രോസിംഗ് എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇത് തീരത്തിന് സമാന്തരമായിട്ട് പോകുന്നുണ്ട്. കടന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത് മഴയോ കാറ്റോ ഒക്കെ ഉണ്ടാകും. അതാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.